അനീഷിന് ജീവിതത്തിൽ നല്ലത് സംഭവിക്കണം എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ ഷാനവാസ്? അതോ ഇതൊക്കെ ഷാനവാസിന്റെ വെറും ഒരു ഗെയിമാണോ? ഷാനവാസിനോട് ഇന്ന് രാവിലെ ഒരു വഴക്കുണ്ടായി, നീ എൻ്റെ കൂട്ടുകാരനൊന്നും അല്ല ഇനി എന്ന് പറഞ്ഞിട്ട് പോലും അനീഷ് ഷാനവാസിന്റെ അടുക്കെ ചെന്നിരുന്ന് സംസാരിക്കുന്നു. ഷാനവാസിനെ സത്യം പറഞ്ഞാൽ ഇനി അങ്ങോട്ട് ഒരു പരിധിയിൽ കൂടുതൽ വിശ്വസിക്കാൻ പോവുകയാണ് അനീഷ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം. നമ്മുടെ ആദില നൂറ രണ്ടുപേരും മേക്കപ്പ് റൂമിലിരുന്ന് കുറച്ച് കഥകളൊക്കെ പറയുന്നുണ്ട്. നൂറ നല്ല രീതിയിൽ തന്നെ ഗെയിം മനസ്സിലാക്കിയ ഒരാളാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ പാർട്ട്ണർ അവിടെ വേണം, അവളെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ അവൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മുടെ നൂറ. പക്ഷെ അതൊന്നും കേൾക്കാൻ ആദിലയ്ക്ക് തീരെ താല്പര്യമില്ല. ആദില പിടിച്ചോളം അതാണ് കറക്റ്റ് എന്ന് പറയുന്ന ഒരു മൂഡാണ് ആദിലയുടെ. അത് ആദിലയ്ക്ക് പണിയാവും. പക്ഷെ ഇന്ന് ഈ സമയത്ത് ഇപ്പൊ ലൈവില് രണ്ടുപേരും കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്, അനീഷേട്ടൻ ഉൾപ്പെടെ. അനീഷേട്ടന്റെ ഗെയിമൊക്കെ നമുക്ക് ഇഷ്ടമാണ്, പക്ഷേ അതിനകത്ത് വേറൊരു സൈഡുണ്ട്. അത് അനീഷേട്ടന് തന്നെ മനസ്സിലായിട്ടുണ്ട്. അനീഷേട്ടൻ ബിഗ് ബോസിന്റെ ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്ന് സംസാരിക്കുന്നുണ്ട് സുഹൃത്ത് ബന്ധത്തെ പറ്റിയൊക്കെ. പുള്ളി കുറച്ച് ഒതുങ്ങിയ ഒരാളാണ്, അത് പുള്ളി സമ്മതിക്കുന്നുമുണ്ട്. അപ്പോൾ ആ ഒരു വ്യക്തിയിലേക്ക് കുറച്ച് കളിയും ചിരിയും ഒക്കെ കൊണ്ട് എത്തിക്കുന്ന ഒരു വ്യക്തിയായി നമ്മുടെ ഷാനവാസ് നമ്മുടെ മുമ്പിൽ പോർട്രേറ്റ് ആയിട്ട് മാറുന്നുണ്ട്. അത് സത്യം പറഞ്ഞാൽ ഷാനവാസിന് നല്ലതാണ്. കുറച്ച് കഴിയുമ്പോൾ അനീഷിന് അതൊരു നെഗറ്റീവായിട്ട് മാറുമോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്താണെങ്കിലും നമുക്ക് ഇവിടുന്ന് തന്നെ തുടങ്ങാം. അതായത് നൂറ ആദില ഇവർ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പം നൂറ ആദിലോട് പറയുന്നുണ്ട്, നീ ദേഷ്യം കൺട്രോൾ ചെയ്യണം, നീ ഭയങ്കര ദേഷ്യമാണ്, പ്രത്യേകിച്ച് അനീഷിന്റെ കാര്യത്തിൽ വരുമ്പോൾ നിന്നോട് ഞാനും ഷാനവാസിക്കൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വരുമ്പോൾ നീ ഞങ്ങളോട് ചൂടാവുകയാണ്. അതിന് സമ്മതിക്കുന്നില്ല. ഞാനോ മോളെ എനിക്ക് എൻ്റെ സ്പേസ് തരണം, എനിക്ക് മറ്റേത് തരണം, എനിക്ക് മറിച്ചത് തരണം എന്ന് പറഞ്ഞ് അപ്പോഴും ആദില ഒച്ച വെച്ചുകൊണ്ടിരിക്കുകയാണ് നൂറയുടെ. നൂറ പക്ഷേ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു പാർട്ട്ണറാണ് കേട്ടോ. കാരണം കൂടെ ഇരുന്ന് ഓരോ കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. ആദിലയാണെങ്കിൽ പറയുന്നുണ്ട്, ഈ പാത്രം കഴുകാൻ അയാൾ എന്തിനാണ് വീണ്ടും 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 വന്ന് എന്നോട് പാത്രം കഴുകാൻ പറയുന്നത്? ഞാൻ കഴുകി വെക്കുമല്ലോ. ഇതിനകത്ത് ഈ ഒരു വിഷയത്തിൽ നമ്മൾ രണ്ട് പെർസ്പെക്റ്റീവിൽ ചിന്തിക്കണം. അതൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് ഒരു ക്യാപ്റ്റനാണ്. അനീഷിന് അവിടെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ടൈമിൽ കാര്യങ്ങൾ നടക്കണം. അത് അനീഷിന്റെ ഗെയിമാണ്. ഇത് കേൾക്കുമ്പോൾ ആദില എനിക്ക് തോന്നുന്നു നൂറയും അനുമോളും ഒക്കെ ആയിട്ടിരുന്ന് കഥ പറയുമ്പോഴായിരിക്കും അനീഷ് ഇത് വന്ന് പറയുന്നത്. അതും ആദില അവിടെ നിന്ന് എണീക്കുന്നതോടും വരെ അനീഷ് ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. കേൾക്കുന്ന ഏതൊരാൾക്കാണെങ്കിലും കുറച്ച് ദേഷ്യമൊക്കെ വരും. അത് ഒരു പരിധിയിൽ കൂടുതൽ നമ്മുടെ ആദിലയ്ക്ക് വരുന്നുണ്ട്. അതാണ് പ്രശ്നം. എന്നിട്ട് ആദില ഓരോ തോന്നിവാസം കാണിക്കും. പ്രത്യേകിച്ച് പുള്ളി കിച്ചണിൽ പോയി പാത്രം കഴുകാൻ പറഞ്ഞാൽ ആദില ചാടി എണീറ്റ് അനീഷിന്റെ ബെഡ്റൂമിലെ ബെഡിൽ കിടക്കുന്ന തലയാണയും അതും ഇതൊക്കെ വലിച്ചെറിയുക. പുള്ളിയെ പിന്നെ ടാർഗറ്റ് ചെയ്ത് ഓരോ മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയുക. ഇങ്ങനെയുള്ള പരിപാടിയുണ്ട് ആദിലയ്ക്ക്. ഇത് ആദിലയ്ക്ക് ഉറപ്പായിട്ടും ബാക്ക് ഫയർ ചെയ്യും. ഇത് നൂറയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. നൂറ അത് പറയുന്നുണ്ട്. നൂറയോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആര്യൻ വരെ പറയുന്നുണ്ട്, എന്താണിത്, നിനക്ക് സീനാവും, നിന്നെ ആൾക്കാർക്ക് വെറുപ്പാവും. ഇത് എപ്പോഴും ആൾക്കാർക്ക് കണ്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല. കാരണം പുള്ളിയെ മാത്രമാണ് ഇവള് ടാർഗറ്റ് ചെയ്തത്. പക്ഷെ പുള്ളി അങ്ങനെയല്ല. പുള്ളി ഒരു ഗെയിം വന്നു കഴിഞ്ഞാൽ പുള്ളി പല ആളുകളെയും ചൊറിയും. ആ ഒരു സാധനമുണ്ട്. പക്ഷെ അപ്പോഴും നമ്മുടെ കഴിഞ്ഞ ഫാക്ടറി ടാസ്കിൽ ആദില പോയി ചൊറിയുന്ന മൊത്തം അനീഷിനെയാണ്. അപ്പുറമുള്ള ഷാനവാസിന്റെ അടുക്കലോ ആര്യന്റെ അടുക്കലോ ഒന്നും പോയി ചൊറിയാൻ നിൽക്കുന്നില്ല, അനീഷിനെ മാത്രമാണ്. ഇവിടെയാണ് ആദിലയ്ക്ക് പണി കിട്ടുന്നത്. അനീഷിന്റെ അടുക്കൽ അങ്ങോട്ട് ചെല്ലുമ്പോൾ ആദിലയും ചൊറിയുന്നുണ്ട്. അനീഷ് ഇല്ലാന്നല്ല, ആദില ചൊറിയുന്ന ഒറ്റ കാര്യത്തിനേ ഉള്ളൂ, പാത്രം കഴുകുക. ടൈമിൽ നീ വന്ന് പാത്രം കഴുകുക എന്ന് പറഞ്ഞിട്ടാണ് അനീഷ് ചൊറിയുന്നത്. അവിടുത്തെ എന്തെങ്കിലും ഒരു ടാസ്കിന്റെ പരമായിട്ട്, ഒരു ഗെയിമിന്റെ പരമായിട്ട് മാത്രമേ അനീഷ് പോയി മറ്റുള്ളവരെ ചൊറിയുള്ളൂ. അതല്ലാതെ അനീഷ് ചുമ്മാ കയറി ചൊറിയുന്നത് നമ്മൾ ആരും കാണുന്നില്ല. ഇവിടെയാണ് ആദിലയ്ക്ക് പണി കിട്ടുന്നത്. എന്താണെങ്കിലും ആദിലോട് ഈ ഒരു കാര്യത്തെ പറ്റിയിട്ടൊക്കെ നൂറ നന്നായിട്ട് പറയുന്നുണ്ട്. ആൾക്കാർക്ക് ദേഷ്യം വരും, ഇത് കണ്ടോണ്ടിരിക്കുമ്പം നിന്നെയും ദേഷ്യം വരും, പുള്ളിയും ദേഷ്യം വരും. അത് നൂറ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു കാര്യം നൂറ മനസ്സിലാക്കുന്നത്, പുള്ളിയോട് ദേഷ്യം വരത്തില്ല ആളുകൾക്ക്. പുള്ളി എന്താണെന്ന് മനസ്സിലായി. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി പലയിടത്തും ഈ ഒരു ഗെയിം ഇറക്കും, ഈ ഒരു സ്ട്രാറ്റജി ഒച്ചമ്പകളൊക്കെ ഉണ്ടാക്കും. പക്ഷെ അതില പുള്ളി എടുക്കുക മാത്രമേ ഉള്ളൂ. അവിടെയാണ് അതിലേക്ക് പണി കിട്ടുന്നത്. എന്താണെങ്കിലും കുറച്ചെങ്കിലും നൂറയ്ക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. നൂറ പറയുന്നുണ്ട്, നീ അയാൾ നിന്നെ ദേഷ്യം പിടിപ്പിക്കുകയാണെങ്കിൽ നീ അത് മൈൻഡ് ചെയ്യരുത്, നീ ഇഗ്നോർ ചെയ്യണം പുള്ളിയെ. നിനക്ക് എന്തുകൊണ്ട് അത് പറ്റുന്നില്ല? പുള്ളിയെ ഇഗ്നോർ ചെയ്ത് വിടൂ നീ എന്നൊരു കാര്യം നൂറ പറയുന്നുണ്ട്. അത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതിലേക്ക് അത് പറ്റുന്നില്ല, ഇഗ്നോർ ചെയ്തിട്ട് പുള്ളിയെ കഴുകാൻ പറയുമ്പോഴത്തേക്ക് അവിടെ നിന്ന് എണീറ്റ് പോയി പാത്രം കഴുകിയിട്ട് വിട്ടുകൊടുക്കുക. അതുപോലെ തന്നെ ഈ പുള്ളിയെ അങ്ങോട്ട് പോയി ചൊറിയുന്ന പരിപാടികൾ നിർത്തുക. പുള്ളിയുടെ കോയിൻ എടുത്ത് വെച്ചിട്ട് അതിനെപ്പറ്റി ഇന്ന് ഷാനവാസ് സംസാരിക്കുന്നുണ്ട്. ഈ കോയിൻ എടുത്ത് വെച്ച് അത് ഷാനവാസ് പറയുന്ന കേൾക്കുമ്പോൾ നമ്മൾ ഷാനവാസ് പറയുന്ന രീതിയിൽ ഒന്ന് ചിന്തിക്കണം. അതിനോട് ഞാൻ യോജിക്കുന്നു എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ യോജിക്കുന്നില്ല. എന്നാണെങ്കിലും അതിനെപ്പറ്റി നമുക്കൊന്ന് സംസാരിക്കാനുണ്ട്. ഇതിനിടയ്ക്ക് ആദില നൂറ ഇവരുടെ ഒരു സംസാരത്തിനിടയ്ക്ക് ആദില പറയുന്നുണ്ട്, എനിക്ക് അയാളെ ഇഷ്ടമല്ല,
ഓക്കെ, എല്ലാവരും ഒന്നും ഇഷ്ടപ്പെടത്തില്ല, പ്രത്യേകിച്ച് അവിടെ ഗെയിം കളിക്കാനാണ് വന്നത്, അല്ലാതെ ഇവിടെ ചുമ്മാ വെച്ച് കളിക്കാനല്ല. ഗെയിമാണ്, അവിടെ ഇഷ്ടപ്പെടാഴിക വരും. അപ്പം നൂറ പറയുന്നുണ്ട് ഇവിടെ നിൽക്കേണ്ട ഒരു രീതിയുണ്ട്, നമ്മൾ ആ രീതിയിൽ നിൽക്കണം എന്നൊക്കെ നൂറ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓഫ് കോഴ്സ് സത്യമല്ലേ ഇത്. അവിടെ നിൽക്കേണ്ട ഒരു രീതിയുണ്ട്. നിൽക്കേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരായിട്ട് നിന്നോട്ടെ, പക്ഷെ അത് ജനങ്ങളെ പ്രീതിപ്പെടുത്തി നിർത്തണം. മനസ്സിലായില്ലേ? ഇച്ചിരി ഫേക്ക് ഒക്കെ കളിച്ചെന്ന് പറഞ്ഞ് കുഴപ്പമില്ല, അത് ഗെയിമാണ്, അല്ലാതെ നല്ല കുഞ്ഞ് ചവഞ്ഞ് മറ്റേ ഒന്നും അല്ലല്ലോ. അവിടെ ലാസ്റ്റ് എന്താണ്, കപ്പ് വേണം, അത് തലയിൽ ഉണ്ടാവണം. അപ്പൊ ഇച്ചിരി ഫേക്ക് കളിച്ചാലും ഇച്ചിരി നന്മമരം കളിച്ചാലും ഒന്നും കുഴപ്പമില്ല, പക്ഷെ ജനങ്ങളെ വെറുപ്പിക്കരുത്. ഇവിടെ ആദില ചെയ്യുന്നത്, ഇല്ലെങ്കിൽ ആദിലയുടെ ഒരു ആക്ട് ചെയ്യുന്നത് ജനങ്ങൾ അല്ലേ? നിങ്ങൾ പറ. എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം ആളുകൾക്കും ഒരു ദേഷ്യം തോന്നുന്നുണ്ട് ആദിലയുടെ ആ ഒരു ഗെയിം സ്ട്രാറ്റജി. എന്താണെങ്കിലും ഒരു സൈഡിൽ ഈ ഒരു പരിപാടി നടക്കുന്നുണ്ട്. ഇപ്പറേ നമ്മുടെ അനീഷയുടെ പിന്നെ രാവിലെ മറ്റേ ഒരു ജനങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ടാണ് കുഞ്ഞുവാവയായിട്ടൊക്കെ നടക്കുന്നത് കണ്ടു, കുഴപ്പമില്ല. അപ്പോൾ എന്താണെങ്കിലും കിച്ചണിൽ നമ്മുടെ ഷാനവാസും അനീഷും ഒക്കെ നിൽക്കുകയാണ്. കിച്ചനകത്ത് ഷാനവാസ്, കിച്ചന് പുറത്ത് അനീഷ് നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ഷാനവാസ് പറയുന്നുണ്ട്, അനീഷേ നിന്റെ കോയിൻ എൻ്റെ കയ്യിലുണ്ട്. ഇത് പറഞ്ഞ്, ഏത് കോയിനാണ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഗസ്റ്റുകൾ കൊടുത്ത് മറ്റേ ചോക്ലേറ്റ് കിട്ടാനുള്ള. ഇത് പറഞ്ഞപ്പോൾ തന്നെ അനീഷ് ഒന്നാമത് 2-3 ദിവസമായിട്ട് എവിടെയും ചോദിച്ച് നടക്കുന്നുണ്ട്. ഇത് ഷാനവാസിന്റെ ഇരിപ്പുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ മാറ്റി വെച്ചല്ലോ, പറഞ്ഞില്ലല്ലോ എന്നൊരു സാധനത്തിന്റെ പേരിൽ അനീഷ് പൊട്ടി. അനീഷ് അങ്ങോട്ട് നീ ചതിയനാണ്, നീ നല്ല സുഹൃത്തല്ല, നിനക്ക് സുഹൃബന്ധത്തിന്റെ വില അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് അനീഷ് അങ്ങോട്ട് തുടങ്ങി. സത്യം പറഞ്ഞാൽ ഷാനവാസ് അത് സങ്കടമായെന്ന് തോന്നുന്നു. ഷാനവാസ് അത് പറയുന്നുണ്ട്, ഇന്നലെയാണ് എൻ്റെ കയ്യിൽ കിട്ടിയത്, ഞാനിത് പോകണ്ടല്ലോ, വേറെ ആരും അടിച്ചു മാറ്റല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എൻ്റെ വെച്ചോണ്ടിരുന്നത്, എനിക്ക് നിനക്ക് തരാതിരിക്കാം, വേണമെങ്കിൽ അത് നശിപ്പിച്ച് കളയാം, അതൊന്നും ഞാൻ ചെയ്തില്ലല്ലോ, ഞാൻ നിന്നോട് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ പോയി എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട് സാധനം. പക്ഷേ ഈ ചതിയെന്ന് വിളിച്ചത് ഷാനവാസിന് ഭയങ്കരമായിട്ട് ഹേർട്ടായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നുകിൽ അത് പുള്ളിയുടെ ഗെയിം, ഇല്ലെങ്കിൽ പുള്ളിക്ക് ശരിക്കും അത് കൊണ്ടിട്ടുണ്ട്, അത് ഭയങ്കര സങ്കടമായി പോയി. ഷാനവാസ് പറയുന്നു, ഓക്കെ നിനക്ക് ഇനി എൻ്റെ സൗഹൃദം വേണ്ട, എനിക്ക് നിന്റെ വേണ്ട, നീ പൊക്കോ, നീ പറഞ്ഞ കണക്ക് തന്നെ നമുക്ക് പിരിയാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അനീഷിനെ ഓടിച്ചൊക്കെ വിടുന്നുണ്ട് ഷാനവാസ്. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു സമയത്ത് തന്നെ ആദില ജിസേലിൻ്റെ അടുക്കലും അക്ബറിൻ്റെ അടുക്കലൊക്കെ പറയുന്നുണ്ട്, എനിക്ക് പുള്ളിയോട് ദേഷ്യമൊന്നുമല്ല, ഞാൻ തമാശയ്ക്ക് ചെയ്തതാണ്, ആ ഒരു കോയിൻ ഞാനെടുത്ത് തമാശയ്ക്ക് വെച്ചതാണ്, ഞാൻ പുള്ളിക്ക് കൊടുത്തേനെ, പക്ഷെ ആ സമയത്താണ് ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്, ഞങ്ങൾ തമ്മിൽ പിന്നെയും മുടക്കുണ്ടാവുന്നത്, അതുകൊണ്ടാണ് ഞാൻ കൊടുക്കാൻ നിൽക്കാഞ്ഞത് എന്നൊക്കെ ആദില പറയുന്നുണ്ട്. അപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്ക് ഷാനവാസും അനീഷല്ല ഷാനവാസ് നമ്മുടെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പം തൊട്ട് മുമ്പ്. അപ്പോൾ ആ സമയത്ത് അനീഷ് അവിടെ വന്ന് ഇരിക്കുന്നുണ്ട്, സംസാരിക്കാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പം അനീഷിനെടുക്കെ ഷാനവാസ് പറയുന്നുണ്ട്, അതായത് രണ്ടുപേരും നമ്മൾ ഒരു തമാശ രീതിയിലാണ് ഇതിനെയൊക്കെ എടുക്കേണ്ടത്. അതിൽ ഈ ഒരു ഗോൾഡ് കോയിൻ കൊണ്ടുപോകുന്നു, അത് എനിക്ക് തരുന്നു, ഞങ്ങൾ നിന്നെ പറ്റിക്കുന്നു, അത് കഴിയുമ്പോൾ ഞാൻ തന്നെ നിനക്ക് തരുന്നു, നിന്നെ നശിപ്പിക്കാനോ ഇല്ലാതെയാക്കാനോ വേണ്ടിയിട്ടല്ല, ഇതൊക്കെ ഒരു തമാശക്ക് എടുക്കണം, കളി ചിരി ഇതൊക്കെ വേണം, ഇതൊക്കെ ഉണ്ടാവണം ഇവിടെ. അല്ലാതെ എപ്പോഴും നമ്മൾ വഴക്കുണ്ടാക്കി ആ ഒരു മോഡ് അനീഷിന് ഷാനവാസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഷാനവാസ് പറയുന്നുണ്ട്, നീ ഈ അനിയനോട് കാണിക്കുന്ന പട്ടാളച്ചിട്ടയൊക്കെ അത് ഇവിടെ എന്തിനാണ് കാണിക്കുന്നത്, ഇത്തിരി നീറ്റാവ് നീ, ഞാൻ ആദിലെ നൂറേനെ ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല, നിന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല, അവരുടെ ഭാഗത്തും തെറ്റുണ്ട്, നിന്റെ ഭാഗത്തും തെറ്റുണ്ട്, നിന്റെ ഭാഗത്തുള്ള തെറ്റ് നീ എന്തിനാണ് ഈ എപ്പോഴും അവളുടെ പുറകെ പോയിട്ട് പാത്രം കഴുകുക എന്ന് പറയുന്നതെന്ന് ചോദിക്കുന്നു. അനീഷ് അതിന് മറുപടിയും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ആ ഒരു കേസിൽ അനീഷിന്റെ കൂടെ തന്നെയാണ് നിൽക്കുന്നത്, കാരണം അനീഷ് ആ ഒരു പരിപാടി ചെയ്യുന്നുണ്ട്, പുറകെ ചെന്ന് കഴുകാതില്ല എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഇപ്പൊ എന്റെ കീഴ വന്ന് ഇത് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്കും പൊളിയും, നിങ്ങൾക്കാണെങ്കിലും പൊളിയും. പക്ഷേ ആ സമയത്ത് ഇയാൾ ഇതാണ് എന്ന് മനസ്സിലാക്കി അവിടെ പോയ പാത്രം കഴുകി വെച്ച് കഴിഞ്ഞാൽ പരിപാടി ഇവിടെ ക്ലോസ്. പുള്ളി അവിടെ കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇത് മനസ്സിലാക്കാതെ ആദില അനീഷ് നമ്മുടെ ഷാനവാസ് അത് പറയുന്നുണ്ട്, ചിലപ്പോൾ നിങ്ങളുടെ കണ്ടന്റ് ആയിരിക്കാം അത്, നിങ്ങൾ ഈ അവൾ വന്ന് ഇങ്ങനെ ചൊറിഞ്ഞോണ്ടിരിക്കുന്നു, നീ അതിനെ തിരിച്ച് മറുപടി അടിച്ചുകൊണ്ടിരിക്കുന്നു, പിന്നെയും ചൊറിയുന്നു, ഇതൊരു കണ്ടന്റ് ആയിരിക്കാം, പക്ഷെ അതൊരു പരിധി കൂടുതൽ കഴിയുമ്പോൾ ആളുകൾക്ക് വെറുക്കും എന്നൊരു സാധനം ഷാനവാസ് അവിടെ പറയുന്നുണ്ട്. കറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ഒരു പരിധി കഴിയുമ്പോൾ വെറുക്കും. പക്ഷെ ഇതിനകത്ത് ഒരു വേറൊരു സൈഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് വെറുപ്പാവുന്നത് ആദിലയായിപ്പോവും. മനസ്സിലായില്ലേ? കാരണം അനീഷ് ചെറിയൊരു പൊട്ടിട്ട് കൊടുക്കത്തേ ഉള്ളൂ, ആ ഇട്ട് കൊടുക്കുന്ന പൊട്ടെന്ന് പറഞ്ഞാൽ കറക്റ്റ് പൊട്ട. നമ്മുടെ ആദില അബദ്ധം കയറി പിടിച്ച് കാണിക്കുന്ന പരിപാടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേഴ്സ്റ്റിലേക്ക് പോകും. ആദിലയ്ക്ക് ഒരു പരിധിയിൽ കൂടുതൽ നെഗറ്റീവ് ആവത്തുള്ളൂ. അതിപ്പോൾ ഈ ഒരു ഗെയിം കാണുന്ന അത്യാവശ്യം ബോധമുള്ള എല്ലാവർക്കും മനസ്സിലാവും, ആദിലയ്ക്ക് നെഗറ്റീവ് ആകത്തുള്ളൂ, ജനങ്ങൾക്ക് മടുത്തു തുടങ്ങും. ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്, നൂറയും ഷാനവാസും ഒക്കെ പറയുന്ന സത്യമാണ്, ജനങ്ങൾക്ക് മടുത്തു തുടങ്ങും. എപ്പോഴതും മടുക്കുന്ന ഫസ്റ്റ് ആദിലയായിരിക്കും. പിന്നെ സുഹൃത്ത് ബന്ധത്തിനെ പറ്റിയിട്ടൊക്കെ ഷാനവാസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഞാനും ഒരുപാട് കഷ്ടപ്പെട്ടതാണ്, കുഞ്ഞിലെയൊക്കെ ഞാൻ കഷ്ടപ്പെട്ടതാണ്, നിന്നെ പോലെ തന്നെയൊക്കെയാണ് ഞാൻ, പക്ഷേ ആ സുഹൃത്ത് ബന്ധത്തിനൊരു വില ഉണ്ടാവണം, അല്ലാതെ എപ്പോഴും നിന്റെ കൂടെ എല്ലാം പറഞ്ഞിങ്ങനെ നിൽക്കുന്നതല്ല, നിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കണം. നീ എന്നെ പറയാറുള്ളല്ലോ, നീ ഫസ്റ്റ് എന്നെ നിനക്ക് ഇഷ്ടമല്ലായിരുന്നു കുറേ കാര്യങ്ങൾ. അപ്പം അനീഷ് പറയുന്നുണ്ട്, എനിക്ക് അവരുടെ ആ ഒരു എനിക്ക് അവരോട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഉടനെ ഷാനവാസ് പറയുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും, സത്യമാണ്. അതിപ്പോൾ എൻ്റെ കാര്യത്തിൽ നിനക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, നിന്റെ കാര്യത്തിൽ എനിക്കുണ്ടാവും, ഇതൊക്കെ ഉണ്ടാവണം. പക്ഷെ
തമാശകൾ ചെയ്യുന്ന സമയത്ത് അത് തമാശയായിട്ട് കാണാൻ സാധിക്കണം അനീഷ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട്. എനിക്ക് തോന്നുന്നു മിക്കവാറും കോംപ്രമൈസ് ആയി പോകും, അവർ തമ്മിൽ അങ്ങനെ വെച്ചോണ്ടൊന്നും മുന്നോട്ട് പോകത്തില്ല അധികം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ എനിക്ക് പിന്നെ ഒരു സംശയം. ഞാൻ ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്, അനീഷ് ഷാനവാസ് കോംബോ കൊള്ളാം, പക്ഷെ ഇവർ ഒന്നിച്ച് നിന്ന് കളിച്ചു കഴിഞ്ഞാൽ ഒരു ഗെയിം ഉണ്ടാവത്തില്ല. അവിടെ കാണുന്നില്ല നമ്മളങ്ങനെ പിടികിട്ടിയില്ലേ. ഇവർ ഓപ്പോസിറ്റ് നിന്ന് കളിക്കുമ്പോഴേ ഗെയിം ഉള്ളൂ. ഇവർ തമ്മിൽ നല്ല സുഹൃത്തുക്കളായി, നല്ല കാര്യം അത്. അനീഷിന്റെ ജീവിതത്തിലേക്കുള്ള നല്ലൊരു സുഹൃത്തായി മാറട്ടെ ഷാനവാസ് ഇപ്പൊ ഈ പറയുന്നതും ചെയ്യുന്നതും ഒക്കെ ഒരു ഗെയിമിന് വേണ്ടി അല്ലാതെ പുള്ളിയുടെ ജീവിതത്തിൽ, അനീഷിന്റെ ജീവിതത്തിൽ നല്ലത് സംഭവിക്കണം എന്ന് വിചാരിച്ചിട്ട് പറയുന്നതായിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നല്ലൊരു സുഹൃത്തുമായി മാറട്ടെ. പക്ഷെ അതിനകത്ത് അതൊരു ഗെയിമാണ്. അവിടെ ഇവരിങ്ങനെ പോയി കഴിഞ്ഞാൽ എത്രത്തോളം വർക്കൗട്ട് ആവുമെന്ന് എനിക്കറിയത്തില്ല. ഷാനവാസിന് ഓക്കെ ഗ്രേറ്റ് ആവും, പക്ഷെ അനീഷ് ഒതുങ്ങിപ്പോവും. അത് സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനി അത് സംഭവിക്കുമെന്ന് മനസ്സിലായപ്പോഴായിരിക്കും അനീഷ് ഒന്ന് തിരിഞ്ഞു നിൽക്കാൻ തുടങ്ങിയത്. അപ്പൊ ഷാനവാസ് വീണ്ടും വന്നിപ്പം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞൊന്ന് കൺവിൻസ് ചെയ്തിരുത്തും, നമുക്ക് അറിയത്തില്ല. ഗെയിമാണേ, അതും കൂടെ ഞാൻ പറയും. അതുകൊണ്ട് ആ ഒരു പോയിന്റ് പറഞ്ഞേ പറ്റുള്ളൂ. അപ്പൊ എന്താണെങ്കിലും ഇതൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ബാക്കി പോയി ലൈവ് കാണട്ടെ, എന്നിട്ട് ബാക്കി അപ്ഡേറ്റ്സ് അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം. അപ്പൊ അടുത്ത വീഡിയോ വരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയർഡ്.